പാർട്ട് 19. അങ്ങനെ കല്യാണ ദിവസം വന്നു ചേർന്നു. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി പെൺപടയുടെ വരവിനായി കാത്തു നിൽക്കുകയാണ്. രാവിലെ 5 മണിക്കെങ്ങാനും ഒരുങ്ങാൻ ഇറങ്ങിയിട്ട് അവരിപ്പോ ടൈം 10 ഇവരിപ്പോഴും ഇറങ്ങിയിട്ടില്ല. നമ്മുടേത് 10 മിനിറ്റുകൾ കൊണ്ട് കഴിഞ്ഞു. അവരെ നോക്കി കാണാത്ത കണ്ട് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു, ആ പെണ്ണുങ്ങളല്ലേ, അവർക്ക് ഒരുങ്ങാൻ ടൈം എടുക്കും. അവരുടെ എങ്ങനെയാ കഴിയുന്നേ? ആ ബില്ലിൽ കണ്ട സാധനങ്ങളെല്ലാം ഇട്ടൊരുങ്ങി ഇറങ്ങണമല്ലോ. അതും ശരിയാ, ലക്ഷ്യങ്ങളല്ലേ പൊട്ടിയേ, അതിൻ്റെയൊക്കെ പവർ കാണും. എനിക്കും എൻ്റെ പൊന്ന ദീപു, നീ ഒന്ന് അടങ്ങി നിൽക്ക്. ഇവരുടേത് കഴിഞ്ഞാൽ ഇനി നിന്നെ കാണും. നിങ്ങളെല്ലാം മേക്കപ്പ് ഇട്ട് ഇനി ഞാൻ മാത്രം ഇടില്ല. എനിക്കൊരു കൈയുള്ളൂ ദീപു, 4 പേർക്ക് ഇടണമെന്ന് വെച്ചാൽ എന്ത് പറയാനോ എൻ്റെ ഒരു ഫാൻസ്. അയ്യട ഫാൻസ്, ഇതൊക്കെ ഇട്ടിറങ്ങി വരുമ്പോൾ വല്ല പൊട്ടിഭൂതവുമാകുമെന്ന് പറയാതിരുന്ന ഭാഗ്യം. എന്നാൽ ഞാൻ ഇട്ട് തന്നതല്ല ഇപ്പൊ കൈകി കളയണം. അന്ന് പോയേടി, ഇത്രയും ടൈം നിന്റെ മുമ്പിൽ അടങ്ങി ഇന്നതിൻ്റെ ഇങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ. അഭിരാമി ഓടി കഴിഞ്ഞു. ഇനി ഞാൻ ഈയുടെ മുമ്പിൽ ചേറി കയറിയിരുന്നു. ടൈം 10 കേട്ടോ. മിണ്ടാതെ നിൽക്കാവിടെ, നിന്റേത് കഴിഞ്ഞപ്പോൾ നിനക്ക് ധൃതിയായല്ലേ. ദീപു നീ ഒന്ന് അടങ്ങി നിന്നാ മേക്കപ്പ് ഞാൻ നിർത്തും. ഇല്ല, ഞാൻ അടങ്ങി നിന്നോളാം. എന്നാ അതും കഴിഞ്ഞു. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പോരാ, നീയും പോരടി. ഒന്ന് കച്ചറുണ്ടാക്കാതെ വരാൻ നോക്ക്. എല്ലാവരും കൊള്ളാം, ഞാൻ മേക്കപ്പ് ഇട്ടത് കൊണ്ട് മാത്രം. അയ്യടാ, 3 പേരും കൂടെ ഒപ്പം പറഞ്ഞതും അവളൊന്ന് ഹിളിച്ചു കാണിച്ചു. എന്താണ് വരന്മാരെല്ലാവരും ഇവിടെ മേലോട്ട് നോക്കിയിരിക്കുന്നേ? ബിപിൻ അവിടേക്ക് സമീറും ബിപിനും വിഷ്ണുവും വന്നുകൊണ്ട് ചോദിച്ചതും. നിങ്ങളോ? വാ. അല്ല, വധുക്കൾ അവരെല്ലാം എവിടെ? വിഷ്ണു അവരെ തന്നെയാ ഞങ്ങൾ ഈ കാത്തിരിക്കുന്നത്. അപ്പോ അവരവിടെ ഒരുങ്ങുമായിരിക്കും അല്ലേ? ഒരുക്കം തുടങ്ങിയിട്ട് ഇവിടെ മണിക്കൂറേ കഴിഞ്ഞു. അല്ല, ചാരിയമ്മയും നന്ദിലങ്കിളും എവിടെ? അവർ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങളോട് ഇവരെയും കൂട്ടി വരാൻ പറഞ്ഞു. അവർ വരുന്നുണ്ടല്ലോ. ഒരുങ്ങി ഇറങ്ങി വരുന്ന അവരെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ദേവുവും അഭിരാമിയും നല്ല സിമ്പിളായിട്ടായിരുന്നു ഒരുങ്ങി ഇറങ്ങിയത്. ആൺപട മുണ്ടും വെള്ള ഷർട്ടുമായിരുന്നു. പെൺപടകളെ കണ്ടതും എല്ലാവരും ഞെട്ടി നോക്കുന്നുണ്ട്. എടീ, ഇവരുടെ നോട്ടം കണ്ടിട്ട് ഈ നേഹ ഇട്ടുതന്ന മേക്കപ്പിൻ്റെയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ദേ, എൻ്റെ മേക്കപ്പിനെ പറഞ്ഞവരുണ്ടല്ലോ. അല്ല, നീ ഇതെങ്ങനെ പഠിച്ചു? അതെല്ലാം പഠിച്ചു, ഒരു പഠിപ്പ്. ഇന്ന് വാചകം പഠിച്ച് സമയം കളിയാതെ കാര്യം പറയടി. ആവരണ പിശാച്ചിടുന്നത് കണ്ടു പഠിച്ചതാ. അങ്ങനെ പറ അഭിരാമി. നിങ്ങളെന്താ അവിടെ നിന്നും സംസാരിക്കുന്നേ? സമയം 10 പെട്ടെന്ന് അവിടെ എത്തണം. അതും പറഞ്ഞ് എല്ലാവരും ധൃതിയിലിറങ്ങി. അവർ എല്ലാവരും അമ്പലത്തിൽ വന്നിറങ്ങുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. മക്കളെത്തിയോ? വേഗം പായോ, മുഹൂർത്തത്തിനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് പറ അഭിരാമി. പാടത്ത് വെക്കാൻ പറ്റിയ 4 കോലങ്ങൾ പോലെയുണ്ട്. അത് കിടതും 4 പേരും അവനെ തിരിഞ്ഞു തുറിച്ചു നോക്കിയതും ആൺപട 4 ചിരി കടിച്ചു പിടിച്ച് ചിരിക്കുന്നുണ്ട്. എന്നാലേ നിങ്ങളെയെല്ലാം കണ്ടവരെ നോക്കുകുത്തികൾക്ക് മുണ്ടും ഷർട്ടും ഇട്ട പോലെയുണ്ട്. അതും പറഞ്ഞ് 4 പേരും കൂടെ കൈകൾ കടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. എന്താണ് മക്കളെ നിങ്ങൾ അവിടെ നിൽക്കുന്നേ? വന്നോ, ഇവിടെ ഇരിക്കൂ. അമ്മ അവരെ വിളിച്ചു കൊണ്ടുപോയി കതിർ മണ്ഡപത്തിലിരുത്തി. ആദിദേവിന്റെ അടുത്ത് അഭിരാമി ഇരുന്നതും 2 പേരും പരസ്പരം നോക്കി പുച്ഛിച്ചു.
നീ ഒന്നങ്ങ് നീങ്ങിയിരിക്കും. എന്നാ ഞാൻ ഇയാളുടെ മടിയിലിരിക്കാം. എന്തേ? അയ്യടാ, അതിന് പറ്റിയൊരു കോലം. ഓ, നിന്റെ കോലം കണ്ട ഛർദിക്കാൻ തോന്നുന്നത്. ആരും നിന്റെ മടിയിലിരുന്ന് കാണില്ലല്ലോ ഇതുവരെ. ഓ, അസൂയക്കും കുശുമ്പിനും മരുന്നില്ല മോളെ. അതിന് പറ്റിയൊരു സാധനം. അഭിറാമിന്റെ അടുത്ത് നിഹാരിക ഇരുന്നതും അവൾ അവനെ ആദ്യം മുടിയൊന്ന് നോക്കി. എന്താടി ഉണ്ടകണ്ണം നോക്കി എന്നെ നോക്കുന്നേ? ഹേയ്, ഇങ്ങനൊരു സാധനമാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ഓർത്ത് നോക്കിയതാ. ഓഹോ, ഞാൻ എന്ത് സാധനമാണെന്ന് കല്യാണം കഴിയിട്ട് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഞാൻ പേടിച്ചു. ഒന്ന് പോടാ. എന്ത് പോടാ എന്ന്? എന്തേ ചെവി കേൾക്കില്ലേ? എന്ത് വിധി ഇത്! അതും ആലോചിച്ച് അവനൊന്നും മിണ്ടാൻ പോയില്ല. പിന്നെ ചിത്തിൻ്റെ അടുത്ത് ദേവു ഇരുന്നതും അവസാനം ഈ കത്തിമോനെ കെട്ടാൻ തന്നെയാണല്ലോ ദേവി എൻ്റെ വിധി. എന്ത്? എൻ്റെ ഒരു തലവര ആലോചിച്ചതാണോ? ആ, അന്ന് ഓടി വന്നില്ലെങ്കിൽ നമുക്ക് 2 കുട്ടികളായിരുന്നു ഇപ്പോൾ. അത് കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി. പേടിക്കണ്ട, ടൈമുണ്ടല്ലോ. ഈ ചേട്ടൻ ഉണ്ടാവുമ്പോൾ മോള് വിഷമിക്കേണ്ട. എൻ്റെ ദേവി, ഇപ്പോഴേ ഞാൻ ശരിക്കും പെട്ടെന്ന് തോന്നുന്നു. എന്താ ആലോചിക്കുന്നേ? ആൺകുഞ്ഞ് വേണോ അതോ പെൺകുഞ്ഞ് വേണോ എന്നാണോ? അത് കേട്ടതും അവളുടെ കണ്ണുകളെല്ലാം വീച്ചു വന്നു. നമ്മളായിരിക്കും ആദ്യമായി കതിർവണ്ടത്തിൽ വെച്ച് പ്ലാൻ ചെയ്യുന്ന ആദ്യത്തെ ആളുകൾ. നടക്കട്ടെ നടക്കട്ടെ. ഇവനാള് ശരിയല്ല. ദീപു, നീ നന്നായി ശ്രദ്ധിക്കണം. ദീപു ആത്മ അവളുടെ ഭാവം കണ്ട് ആദിച്ചിരി കടിച്ചു പിടിച്ചു. ഇതേ സമയം ആദിത്യത്തിൻ്റെ അടുത്ത് ദേവു വന്നിരുന്നതും 2 പേരും പരസ്പരം ഒന്ന് നോക്കി. 2 പേർക്കും ഒരേ സമയം അവരുടെ കാട്ടമ്പലത്തിൽ വെച്ചുണ്ടായ വിവാഹം ഓർമ്മ വന്നു. നമ്മുടെ ആ വിവാഹത്തിന് പിന്നിൽ നിങ്ങളുടെ കൈകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവനൊന്നും മിണ്ടിയില്ല. ഈ മൗനത്തിന് പിന്നിൽ അവൾ വീണ്ടും അത് പറഞ്ഞ് അവനെ നോക്കി. അപ്പോ താലി കെട്ടുക. അത് കേട്ടതും 4 പേരും ഒരേ സമയം തന്നെ അവരുടെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി അവൻ കൈകൂപ്പി അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രദർശനമായതും പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് അവർ നടന്നു. എൻ്റെ സാരിയിൽ ചവിട്ടല്ലേ? ഓ, നിന്റെ സാരി ഒന്ന് ഒതുക്കിയെടുക്കണ. ഇനി സാരി ഇനി ഒന്ന് തലയിൽ കെട്ടി വെക്കാം. എന്തേ? നിന്റെ നാവെങ്ങാനും എല്ലുമുണ്ടോ എന്തോ ആവോ? എൻ്റെ കൈ ഒന്ന് അയച്ചു പിടിക്കും, എനിക്ക് വേദനിക്കുന്നുണ്ട്. എങ്ങാനും കൈ വിട്ട നീ ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാൽ ഞാൻ എപ്പോഴോ ഓടിക്കഴിഞ്ഞിരുന്നു. എന്നാ അവിടെ വന്ന് ഞാൻ പൊക്കിക്കൊണ്ടുവരും. വല്ലാത്ത വിധിയായിപ്പോയി എൻ്റെ ദേവി. പ്രദർശനമെല്ലാം കഴിഞ്ഞ് അനുഗ്രഹം വാങ്ങി അതും കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. ഡോണ്ട് ടച്ച് മീ, ഓക്കെ? അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിക്കാൻ നിന്നതും അവളത് പറഞ്ഞതും അവളെ തൂറിച്ചു നോക്കിക്കൊണ്ട് അവൻ അരയിലെ കൈവിട്ടതും അവളൊന്ന് പറഞ്ഞു. ദേവസ്വാസം അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു. നീയാണെങ്കിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുവാണ്. എനിക്ക് ഇക്ലിയാവുന്നു. നേഹ ഇടയ്ക്കിടക്ക് അത് പറയുന്നുമുണ്ട്. ദീപുവാണെങ്കിൽ ആ നൃത്തവും അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നതുകൂടെ ആയതും കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. 4 കപ്പിസിനോട് ഒരേപോലെ നിൽക്കാൻ പറഞ്ഞതിൻ്റെ അവസ്ഥയായിരുന്നു ഇത്. നെക്സ്റ്റ് അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കണം. ഇയാളെ ഇന്ന് ഞാൻ പെൺപട 4ൻ്റെ ഉള്ളിൽ അതായിരുന്നു അവസ്ഥ. അവസാനം അതും കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. പെൺപടകളുടെ തീറ്റ കണ്ട് ആൺപട 4 പരസ്പരം നോക്കി. നിങ്ങളുടെ തീറ്റ കണ്ടെത്തോളം പട്ടിണി കെട്ടിയിരിക്കുമായിരുന്നു എന്ന്. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് അതെനിക്കിഷ്ടമല്ല. അങ്ങനെ അതും കഴിഞ്ഞ് അവരെല്ലാവരും കാറിൽ കയറിയതും പെൺപടകൾക്ക് ഓർമ്മയുള്ളൂ. 4 കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു. ചാരുമ്മയുടെ വിളിയാണ് അവരെയെല്ലാം ഉണർത്തിയത്. അവർ 4 ഇറങ്ങി ചുറ്റും നോക്കി. വലിയ ഒരു വീടിന് മുമ്പിലായിരുന്നു അവർ നിൽക്കുന്നത്.
ഇവർക്ക് ഇത്ര നല്ല വീടുണ്ടായിരുന്നു. എന്നിട്ടാണോ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ഇവിടെയാണ് ഇനി നമ്മുടെ ജീവിതവും. മക്കളെ, നിലവിളക്ക് പിടിച്ച് അകത്തേക്ക് കയറി. ചാരു എല്ലാവർക്കും നിലവിളക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അവരെല്ലാം അതെല്ലാം എടുത്ത് വലതു കാൽ വെച്ച് അകത്തേക്ക് കയറി. മക്കൾ, നിങ്ങൾ ഇവർക്ക് നിങ്ങളുടെ മുറി കാണിച്ചു കൊടുക്കുക. ചാരുവമ്മ ആൺപടയോടായി പറഞ്ഞത് അവർ തലയാട്ടി. ആദിജിത്ത് മുകളിലേക്ക് കയറുന്നത് കണ്ടതും ദീപു അവന്റെ അടുത്തേക്ക് ഓടി. അഭിജിത്ത് തായെ ഇടതുവശത്തെ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും ദേവു അവന്റെ അടുത്തേക്ക് പോയി. അഭിറാം വലതുവശത്തെ മുറിയിലേക്ക് പോയതും നിയ അങ്ങോട്ട് പോയി. ആദിദേവും മുകളിലേക്ക് കയറുന്നതും കണ്ടതും കൂടെ അഭിരാമി കയറി. ആദിദേവ് പെട്ടെന്ന് ഓടിക്കയറുന്നത് കണ്ടതും അഭിരാമി പെട്ടെന്ന് അവന്റെ കൂടെ എത്തി. അത് കണ്ട് ദീപു അഭിരാമിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട്, എന്റെ മുറി മുകളിലാണോ? നിന്റെയല്ല, നമ്മുടെ. അവൻ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം വാ എന്റെ ഭാര്യയെ, നമുക്ക് നമ്മുടെ മുറി കാണണ്ടേ? എനിക്കൊരർജന്റുമില്ല, പതിയെ പോയാൽ മതി. ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് കയറാനൊന്നും പറ്റില്ല. ദീപു, അങ്ങനെയാണോ? അഭിജിത്ത് അവൻ അതും പറഞ്ഞ് അവളുടെ അരയിലൂടെ കൈയിട്ടതും അളഞ്ഞിട്ട്, ഇയാളെന്തി കാണിക്കുന്നു, എന്നെ താഴെ വെച്ച്. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞതും, അടങ്ങി നിന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ താഴെ ഇടും. എന്റെ ദേവി, ഇയാൾക്ക് ശരിക്കും എന്തോ പ്രശ്നമുണ്ടല്ലോ. ദീപു ആത്മാ അതും മനസ്സിൽ പറഞ്ഞ് അവൾ അവനെ തുറിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടിട്ടും കാണാത്ത പോലെ ഒരു പുഞ്ചിരിയോടെ അവർ മുറിയിലേക്ക് പോയി. അവൻ അവളെ മുറിയിൽ കൊണ്ടുപോയി വെച്ചതും അവൾ പെട്ടെന്ന് ചാടി ഇറങ്ങി. അവൾ മുറി ചുറ്റും നോക്കി. എന്താണ് ഭാര്യ, നമ്മുടെ മുറി ഇഷ്ടമായോ? അവളുടെ ചെവിയോരം വന്നുകൊണ്ട് അവനത് ചോദിച്ചതും അവന്റെ ശ്വാസം അവളുടെ ചെവിയിൽ തട്ടിയതും അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞു. അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവളെ ഒറ്റ വലിക്ക് അവനെ നെഞ്ചിലേക്കിട്ടു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ ഹൃദയം വേഗതയോടെ മിടിക്കുന്നത് അവൾ അറിഞ്ഞു. പരസ്പരമുള്ള ആ നോട്ടത്തിൽ പരസ്പരം അലിഞ്ഞു ചേരുന്ന പോലെ തോന്നി അവൾക്ക്. അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ട് മൃദുവായൊന്ന് തട്ടിയതും അവളൊന്ന് ഞെട്ടി. അവൾ ഒരുതരം ഞെട്ടലോടെ അവനെ പുറകിലേക്ക് കുത്തി. പെട്ടെന്ന് ഓടിപ്പോയി ബാത്റൂമിൽ കയറി വാതിലടച്ചു. എന്റെ ദേവി, എന്റെ ചുണ്ട്, അയാൾ എന്നെ ചുംബിച്ചു. ദീപു, നീ ഇതെന്ത് നോക്കി നിൽക്കുമായിരുന്നു? അതിട്ട് നിനക്ക് കൊടുക്കണ്ടേ? പക്ഷേ ഞാൻ മിണ്ടാതെന്ന് കൊടുത്തില്ലേ? എന്റെ ദേവി, ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഞാൻ എങ്ങനെ ഈ മുറിയിൽ നിൽക്കും? അയ്യോ, ഈ പ്രശ്നം ഇത് അവരോട് പറഞ്ഞാലോ? അവർ ഐഡിയ പറഞ്ഞു തരില്ലേ? ഹേയ്, അത് വേണ്ട. അതെങ്ങാനും അറിഞ്ഞാൽ എന്നെ കളിയാക്കും. ദീപു, നീ തന്നെ നല്ലൊരു ഐഡിയ കണ്ടുപിടിക്കണം. ഇവിടെ നിന്നും ഒന്ന് പുറത്ത് ചാടിയാലല്ലേ ഒരു ഐഡിയ. ഇതെല്ലാം ഒന്ന് മാറ്റി ഫ്രഷ് ആകാൻ പറ്റും. ആ കത്തിമോൻ പോയി കാണുമോ എന്തോ? അവൾ അവളോട് തന്നെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവൾ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് വാതിലടച്ചു. എന്റെ ദേവി, ഇയാൾ ഇങ്ങനെ നിന്നാ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുക? നീ പേടിക്കാതെ അങ്ങ് ഇറങ്ങു ദീപു. അത് വേണോ? അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ദേവി, ഈ ബാത്റൂമിൽ ഉറങ്ങേണ്ടി വരുമോ എന്ന് അവൾ അതും ആലോചിച്ച് നഖവും കടിച്ച് അവിടെ നിന്നു.